എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു മുളക് ബജി ഉണ്ടാക്കി നോക്കിയാലോ. അതിനു വേണ്ടി അത്യാവശ്യം വലിപ്പമുള്ള ബജി മുളകാണ്. അപ്പോൾ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടല പൊടിയാണ് ഞാൻ എടുത്തത്. ഒരു കപ്പ് കടലപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചിട്ടിടാം കേട്ടോ. ഞാനിവിടെ പൊടിച്ചിട്ടല്ല ഇട്ടത്, അങ്ങനെ തന്നെ. ഒരു നുള്ളു കായപ്പൊടി, നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന കായല്ലേ, അതന്നെ LG കായം. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് അരിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി. ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ വേണം കേട്ടോ. ഒരു നുള്ളു മതി ബേക്കിംഗ് സോഡ. അതൊന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ചിട്ടാൽ മതി. പിന്നെ അത്യാവശ്യം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിക്കുമ്പം ആദ്യം കുറച്ച് ഒഴിക്കുക, എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. കണ്ടില്ലേ, സ്പൂണിൻ്റെ മേലെ ഇങ്ങനെ കുറച്ചിങ്ങനെ കോട്ടിംഗ് ആയി നിൽക്കണം. അതായത് ബജി ഇടുമ്പോൾ അതിങ്ങനെ ഫില്ല് ചെയ്ത് കോട്ടിംഗ് ആയിട്ട് നിൽക്കണം. ആ രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി അഥവാ വെള്ളം അധികം ആയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കുറച്ചുകൂടി കടലപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിക്കാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബജി മുളക് നമ്മൾ ഒന്ന് കീറി കൊടുക്കണം. അതെന്താ വെച്ചാൽ ഒരുപാട് എരിവുള്ള ബജി മുളകാണ് എങ്കിൽ നമുക്കത് ചെറിയ കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ മൊത്തികളൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത് മാറ്റുകയാണ്. കാരണം അതിന് നല്ല എരിവുണ്ടാവും, അത്യാവശ്യം എരിവുണ്ടാവും എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത്രയും മുളകിൻ്റെ ഉൾഭാഗമൊക്കെ ഞാൻ എൻ്റെ കൈ കൊണ്ട് മാറ്റിയപ്പോൾ എൻ്റെ 2 കൈയും ഭയങ്കര പുകച്ചിലായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം എരിവുള്ള ഒരു ബജി മുളകാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ അതൊക്കെ ഞാൻ ഉള്ളിൽ നിന്നൊക്കെ പോക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അത്യാവശ്യം നല്ല ഓയിൽ ഒഴിച്ചാൽ നല്ലോണം മുക്കി പൊരിച്ച് നമുക്ക് എടുക്കുക. അപ്പോൾ എനിക്കിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ ഇതൊരു ഗ്ലാസിൻ്റെയോ അങ്ങനത്തെ ഗ്ലാസിൻ്റെ ഒക്കെ ടെംബ്ലറിലാക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഡിപ്പ് ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ മറ്റേ ബൗളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കയ്യിലും എല്ലാ സ്ഥലത്തും ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് ഫുള്ളായിട്ട് അതിലേക്ക് മുക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വറക്കുകയാണ്. അങ്ങനെ എല്ലാ ബജിയും ഞാൻ മുളക് ബജിയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാട്ടോ. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എന്നും പഴംപൊരിയും പൊക്കുവട പരിപ്പുവട അതൊക്കെ തിന്ന് ബോറടിക്കുമ്പോൾ നമുക്കൊരു ചേഞ്ചിന്. അപ്പോൾ എനിക്ക് ഇന്ന് 2 ദിവസമായിട്ട് ഒരു ഓർഡർ കിട്ടിയതാണ്. മക്കൾ രണ്ടാളും പറഞ്ഞതാണ് ബജി ഉണ്ടാക്കിയെന്ന്. അപ്പോൾ സ്കൂൾ വിട്ട് മുന്നിൽ എന്നെ കണ്ടപാട് രണ്ടാളും ചോദിക്കുന്നതാണ്, അമ്മ ബജി ഉണ്ടാക്കിയോ എന്നാണ്. മോനും വരുന്നുണ്ട്, അവൻ്റെ വകയും ചോദ്യം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോൾ സമാധാനമായി കുഞ്ഞാറ്റക്ക്. അതേമാതിരി ഉണ്ണിക്കുട്ടനും വന്ന പാട് അതാണ് ചോദിച്ചത്. അപ്പം ഞാൻ കുറച്ച് അവരുടെ മേലേക്ക് ഇടുക്കി തരാൻ പറഞ്ഞ് കുറച്ച് മിൻറ്റ് ലൈം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അഥവാ എരിവാണെങ്കിൽ ഈ ഒരു മധുരം കുടിക്കുമ്പോൾ ഒന്ന് ടാലി ആവുമല്ലോ. അപ്പം രണ്ടാളും മേലെഴുകി ഡൈനിങ് ടേബിളിൽ കാത്തിരിക്കുകയാണ്. ഏതായാലും അവർക്ക് രണ്ടാൾക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും ടേസ്റ്റ് നോക്കാൻ തന്നെ കിട്ടിയില്ല. അങ്ങനെ നിങ്ങളും ഇതുമാതിരത്തെ ഓരോ ഐറ്റം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കഴിയുന്നതും പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടും എത്രയോ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.